പല അനാലിസിസും നമ്മൾ വായിക്കുമ്പോൾ ഈ പറയുന്ന ചേരി നിവാസികളായ മനുഷ്യന്മാർ ഇതുവരെ അവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് ഭരണ നേതൃത്വമോ രാഷ്ട്രീയ നേതൃത്വമോ ഒന്നും അറ്റൻഡ് ചെയ്യാതിരുന്ന ഒരു വിഭാഗത്തെ അറ്റൻഡ് ചെയ്തു എന്നുള്ളത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചും അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചും ഒരു പുതിയ പോക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പോക്കറ്റ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും വളരെ ഭദ്രമായി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുമുണ്ട്. അതിപ്പോൾ ഈ മൊഹല്ല ക്ലിനിക്കുകളാണെങ്കിലും ഫ്രീ ഇലക്ട്രിസിറ്റി ആണെങ്കിലും ഫ്രീ ജലവിതരണമാണെങ്കിലും ഇതൊക്കെ അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഈ പോക്കറ്റുകളെ അദ്ദേഹത്തിന് ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളിനും കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും നിലനിർത്താൻ സാധിച്ചത്. അതിപ്പോഴും അതേ രീതിയിൽ നിലനിൽക്കുന്നുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. കാരണം ഇതേ കമ്മ്യൂണിറ്റിയെ കൂടെ നിർത്തിയാൽ മാത്രമേ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റൂ എന്ന് BJP തിരിച്ചറിയുന്നുണ്ടാവുമല്ലോ. അവരുടെ പ്രവർത്തനം താഴെത്തട്ടിലുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇന്ന് പോലും പല അനാലിസിസും വായിക്കുമ്പോൾ 33 മണ്ഡലങ്ങളുണ്ട് ചേരി നിവാസികളുടെ വോട്ട് നിർണായകമായി സ്വാധീനിക്കാൻ സാധ്യതയുള്ള 33 മണ്ഡലങ്ങൾ ഡൽഹിയിലുണ്ട്. ബാക്കി 17 മണ്ഡലങ്ങളിൽ അവരുടെ വോട്ട് വേണമെങ്കിൽ ജയത്തെ നിർണ്ണയിക്കാം എന്ന് ഉള്ള 17 മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ നോക്കിയാൽ 33, 17, 50 മണ്ഡലങ്ങളിൽ ഇവരുടെ വോട്ട് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഇവരെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവുമല്ലോ BJP. ഡൽഹിയിലെ രാജീവ്, ഡൽഹിയിൽ 12 മണ്ഡലങ്ങൾ മുസ്ലിം വോട്ട്സ് ആണ് നിർണായക ഘടകം. അപ്പൊ ഈ മണ്ഡലങ്ങളിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയുടെ കാൻഡിഡേറ്റ്സ് 2 പേർക്കും നല്ല സ്ട്രോങ് കാൻഡിഡേറ്റ്സ് ഉള്ളത് അത് ആം ആദ്മി പാർട്ടിയെ നല്ലോണം ബാധിക്കുമെന്നാണ് അവർക്കുള്ള കാൽക്കുലേഷൻ. പക്ഷേ ഈ 12 സീറ്റുകളിൽ BJP ക്യാമ്പയിൻ പോലും ചെയ്യുന്നില്ല, നമ്മൾ കണ്ട കാര്യമാണ്. അതേ സമയത്ത് ബാക്കി ഈ 58 മണ്ഡലങ്ങളിലും ആം ആദ്മി പാർട്ടിയുടെ പല സ്ട്രാറ്റജിസ്റ്റുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു വിവരമാണ്, അവര് ഈ BJPയുടെയും കോൺഗ്രസിന്റെയും സ്ട്രോങ് കാൻഡിഡേറ്റ് ഉള്ള സീറ്റ്സിനെ നോൺ ആം ആദ്മി പാർട്ടി, നോൺ ആപ്പ് വോട്ട്സിന് ഡിവിഷൻ ആയിട്ടാണ് കാണുന്നത്. അത് ന്യൂഡൽഹി മണ്ഡലം അവരുടെ ഒരു കോപ്പി ടെക്സ്റ്റ് എക്സാമ്പിൾ ആണ്. അവർ പറയുന്നത് പർവേഷ് വർമ്മയുടെയും സന്ദീപ് ദീക്ഷിത്തിന്റെയും വോട്ടുകൾ അത് അവർ പരസ്പരമാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ഇൻടാക്ട് ആണെന്നാണ് അവരുടെ ഒരു കാൽക്കുലേഷൻ. അത് നമുക്ക് 8-ാം തീയതി കാണാം. 8-ാം തീയതിത്തെ ഇലക്ഷന്റെ റിസൾട്ട് ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി തോറ്റേക്കാം. ഒരുപക്ഷെ BJPക്ക് ഇലക്ഷൻ മാനേജ്മെന്റും വെങ്കി പറഞ്ഞതുപോലെ മൈക്രോ മാനേജ്മെന്റിന്റെ സ്ട്രെങ്തിൽ ഒരുപക്ഷെ ഡൽഹി ജയിച്ചേക്കാം. പക്ഷെ ഈ അരവിന്ദ് കെജ്രിവാളിന്റെ സ്റ്റൈൽ ഓഫ് പോളിറ്റിക്സ് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് പോളിറ്റിക്സ് ആണ്. വെങ്കടേഷ് അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു ബയോഗ്രാഫർ കൂടെ ആണ്. അപ്പം പുള്ളിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ആസ് എ ആക്ടിവിസ്റ്റ്, ഈ ഷീല ദീക്ഷിത്തിന്റെ വീടിന്റെ പുറയിലുള്ള ആ ക്ലസ്റ്ററിനെ പറ്റി പറഞ്ഞപ്പോഴും ഈ ക്ലസ്റ്ററിൽ ആസ് എൻ RTI ആക്ടിവിസ്റ്റ് പുള്ളി വാടകയ്ക്ക് ഒരു ജുഗ്ഗി എടുത്ത് താമസിച്ച ആളാ. പുള്ളി 2-3 മാസം അവിടെ ഈ ആൾക്കാരുടെ ഇടയിൽ താമസിച്ചു. അപ്പോൾ ഞാൻ അന്വേഷിച്ചു, നമ്മുടെ സീനിയർ ജേർണലിസ്റ്റുകളൊക്കെ പോകുന്ന വഴിയിൽ തന്നെ ഞാൻ പോയി അന്വേഷിച്ച് ഈ കോണ്ടാക്ട്സ് ഒക്കെ അരവിന്ദിന്റെ ഇപ്പോഴും ഉണ്ടോ, അവരെങ്ങനെ ഇതിന്റെ മുതലെടുക്കുന്നതെന്ന് അന്വേഷിച്ചപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലെ 60+ ആൾക്കാരെ അയോധ്യയിൽ പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു കഴിഞ്ഞ 2 വർഷം കൊണ്ട്. ഈ അയോധ്യയെ പറഞ്ഞു വിടുന്നത് എങ്ങനെയാണ്? ഈ ചേരികളിലെ ഒരു ലീഡേഴ്സ് ഉണ്ട്, ആ ലീഡേഴ്സ് തരുന്ന ലിസ്റ്റ് അനുസരിച്ചാണ് ആൾക്കാരെ അയോധ്യയെ പറഞ്ഞു വിടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഹിന്ദു റാഡിക്കലിസമും ഹിന്ദു പോളിറ്റിക്സ് ഒക്കെ BJPയുടെ ആണെന്ന് പറയുന്നതൊക്കെ ചുമ്മാതാണ്. ഇത് അതിൽ വലിയ ഹിന്ദു പോളിറ്റിക്സ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ കളിച്ചു കഴിഞ്ഞു. അത് മാത്രമല്ല, ഇപ്പം റൂറൽ പോക്കറ്റ്സിനെ പറ്റി പറഞ്ഞല്ലോ. ഡൽഹിയിലെ ബ്രിട്ടീഷേഴ്സിന്റെ സമയത്ത് ഉണ്ടാക്കിയ സംഭവമാണ് ഒരു ലാൽ ഡോറ എന്ന് പറഞ്ഞാല് ഈ ഡൽഹി ഒരു വില്ലേജുകളുടെ ക്ലസ്റ്റർ ആണ്. ഈ അർബൻ ഡൽഹി അല്ലായിരുന്നു. അർബൻ ഡൽഹി എന്ന് പറഞ്ഞാൽ ഈ വില്ലേജുകളുടെ ക്ലസ്റ്ററിന്റെ ഇടയ്ക്ക് മുഗൾ സമയം തൊട്ട് ഓരോ ഷാജഹാനാബാദും സിരി ഫോർട്ടും അങ്ങനെയൊക്കെ ഉണ്ടാക്കി ബാക്കി എല്ലാം വില്ലേജസ് ആണ്. ഈ വില്ലേജസിനെ ബ്രിട്ടീഷേഴ്സ് ഡിഫൈൻ ചെയ്തത് ലാൽ ഡോറ അവരുടെ മാപ്പിനകത്ത് ഒരു റെഡ് മാർക്ക് ഇട്ടിട്ടാണ്. ഈ റെഡ് മാർക്ക് ഉള്ളവർക്ക് എല്ലാവരും സ്പെഷ്യൽ ടാക്സ് കൊടുക്കണമായിരുന്നു, ചൂള ടാക്സ് എന്ന് പറഞ്ഞ്. ആ ചൂള ടാക്സ് കൊടുത്തവരെല്ലാവരും വില്ലേജേഴ്സ് ആണെന്നാണ് അവർ ഡിഫൈൻ ചെയ്യുന്നത്. ഡൽഹിയിൽ പഞ്ചായത്ത് ഇല്ല, പക്ഷെ എന്നാലും നോൺ ഫോർമൽ ആയിട്ട് അവർക്ക് ഇന്നും പഞ്ചായത്ത് ഉണ്ട്, പ്രധാനികളുണ്ട്.
ഈ ചൂല ടാക്സിന്റെ റിസീപ്റ്റുകളൊക്കെ ഈ വീട്ടുകാർ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ വില്ലേജുകളിൽ അരവിന്ദ് കെജ്രിവാളിന് ഓരോ പ്രധാനന്മാരുമായിട്ട് ഓരോ ലിങ്ക്സ് ഉണ്ട്. ഈ വില്ലേജസ് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഈ അർബൻ ഡൽഹി ഈ മൈഗ്രന്റ് ആൾക്കാർ, അത് മൈഗ്രന്റ് ആൾക്കാർ ഞാൻ പറയുമ്പോൾ നോട്ട് ദ മൈഗ്രന്റ് വർക്കേഴ്സ് ആൻഡ് ലേബറേഴ്സ്, അവര് ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ആയിട്ട് താമസിക്കുന്നു ഡൽഹിയിൽ. പക്ഷെ മൈഗ്രന്റ് ബിസിനസ് പീപ്പിൾ അവർ ഈ വില്ലേജുകളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. അവർക്ക് ഡൽഹിയിൽ ഒരു അപ്പർ ഹാൻഡ് സൃഷ്ടിച്ചു വരുന്നു. അത് BJP റൂളിൽ കഴിഞ്ഞ കുറെ വർഷം കൊണ്ട് ആയി വന്നിരിക്കുന്നുള്ളൊരു ഒരു ഭാവം ഈ റൂറൽ സെറ്റിംഗ്സിലുണ്ട്. അവരിൽ നിന്ന് പല ആൾക്കാരും BJPയിൽ പോയ പല ലീഡേഴ്സ് ഈ പ്രാവശ്യം ആം ആദ്മി പാർട്ടിയുടെ ടിക്കറ്റിനകത്ത് മത്സരിക്കുന്നു. ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ആം ആദ്മി പാർട്ടിയുടെ ടിക്കറ്റിൽ മത്സരിക്കുന്ന ഫോർമർ കോൺഗ്രസും BJP ലീഡേഴ്സാണ്. അത് നമ്മൾ ഡാറ്റ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ റൂറൽ പോക്കറ്റ്സിനകത്ത് അരവിന്ദിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതേ സമയത്ത് ട്രേഡിംഗ് ക്ലാസ്, അത് ലാജ്പത് നഗർ ആയാലും ചാന്ദ്നി ചോക്കിൽ ട്രേഡിംഗ് ക്ലാസ് അവര് ഫുൾ സപ്പോർട്ടായിട്ട് BJPയുടെ കൂടെ നിൽക്കുന്നു. കാരണം അവർ വിചാരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെ ജയിപ്പിച്ചിട്ടും കാര്യമില്ല. കാരണം നമ്മൾക്ക് വേണ്ടി എന്തെങ്കിലും റിഫോംസോ എന്തെങ്കിലും മാർക്കറ്റിലെ ഇൻഫ്രാസ്ട്രക്ചറോ അത് വരുത്തണമെങ്കിൽ ഈ അരവിന്ദ് കെജ്രിവാളും LGയിൽ തമ്മിലുള്ള വഴക്കിന്റെ ഇടയിൽ അതൊന്നും നടക്കത്തില്ല. നമ്മൾക്ക് BJPയുടെ കൂടെ പോയാൽ മാത്രമേ, അതവർ കൺവിൻസ്ഡ് ആണ്. അതേ സമയത്ത് ഈ ചേരിൽ താമസിക്കുന്ന മൈഗ്രന്റ് ലേബറേഴ്സ്, ഈ റൂറൽ പോപ്പുലേഷൻ, അവര് കൺവിൻസ് ആണ്. അത് മാത്രമല്ല, ഒരു ടിപ്പിക്കൽ ഒരു സൈക്കോളജി ഞാൻ പലരുടെ ഇടയിൽ കണ്ടതെന്ന് പറഞ്ഞാല് അവർ അരവിന്ദ് കെജ്രിവാളിനെ ഒരു വിക്ടിമായിട്ടാണ് കാണുന്നത്. അവര് കാണുന്നത് ഞങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരാളെ ജയിലിൽ പറഞ്ഞു വിട്ടു, എന്നിട്ട് സത്യം പറയുന്ന ഒരാളെ ഇത്രയും ഗവൺമെന്റ് ഇത്രയും പരേശാൻ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരു വിക്ടിമായിട്ട് അരവിന്ദ് കെജ്രിവാളിനെ കാണുന്നു. അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ ഈ ക്യാമ്പയിൻ മൊത്തം ഒരു വിക്ടിമായിട്ടാണ് ആൾക്കാരുടെ ഇടയിൽ പോകുന്നത്. ആൾക്കാരുടെ വീട്ടിലൊക്കെ പോയി ചോദിക്കുവാണ്, ചായ ഉണ്ടോ കുടിക്കാൻ, എനിക്ക് ചായ തരാമോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ അരവിന്ദ് കെജ്രിവാളിന്റെ ക്യാമ്പയിൻ. അപ്പം ഒരു അൺകൺവെൻഷണൽ ക്യാമ്പയിൻ മോഡാണ്. അപ്പം അത് എങ്ങനെ BJPയുടെ ഈ മൈക്രോ മാനേജ്മെന്റിനെ എതിർക്കാം ആം ആദ്മി പാർട്ടിക്ക് പറ്റുമോ ഇല്ലയോ എന്ന് നമുക്കിനി നോക്കാം. റിസൾട്ട് നമുക്ക് ക്ലിയർ ആക്കാം.